الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 133-134 ആയത്തുകളാണ് ഓതി വെച്ചത്. തുച്ഛമായ കാലം ഈ ഭൂമിയിൽ ജീവിതം നൽകപ്പെട്ട നമ്മൾ ഏതു സമയത്തും ഈ ജീവിതം അവസാനിപ്പിച്ച് ആഖിറത്തേക്കുള്ള യാത്ര പുറപ്പെടേണ്ടവരാണ്. അതെപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. ഏതു സമയത്ത് വിളിക്കപ്പെട്ടാലും ആ സമയത്ത് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളും നമുക്കില്ല. ലക്ഷ്യമാകട്ടെ വിശാലമായ സ്വർഗമാണ് താൻ. ആകാശഭൂമികളെക്കാൾ വിശാലമായ റബ്ബിന്റെ റഹ്മത്തിന്റെ കേദാരമായ സ്വർഗലോകം. നമ്മുടെ തുച്ഛമായ അമലുകൾ കൊണ്ടൊരിക്കലും ആ സ്വർഗം നേടാൻ മാത്രം നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാനാവുകയില്ല എന്നതും തീർച്ചയാണ്. എന്നാൽ റബ്ബിന്റെ ഔദാര്യമായി, അവന്റെ ഫضലായി, അവന്റെ അടിമകൾക്ക് അവൻ ഓഫർ ചെയ്തതാണ് വിശാലമായ ആ സ്വർഗമെന്നത്. അത് നേടണമെന്ന, സ്വർഗത്തിലേക്ക് എത്തണമെന്ന നിർബന്ധ ബുദ്ധിയാണ്
വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കെല്ലാം അനിവാര്യമായും ഉണ്ടാവേണ്ടത്. അതിനുള്ളൊരു മനസ്സും സ്വർഗത്തിലേക്ക് എത്തിക്കാവുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളിൽ ഒട്ടും അമാന്തം കാണിക്കാതെ ആവേശപൂർവ്വം മത്സരപൂർവ്വം മുന്നോട്ട് വരികയും ചെയ്യുക എന്നതാണ് അല്ലാഹുവും റസൂലുമെല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓതിവെച്ച ആലി ഇംറാനിലെ വചനവും അത് തന്നെയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരുവെന്നാണ്, ധൃതിപ്പെട്ടു വരുവെന്നാണ്. ഇതേ ആശയമുള്ള വചനം സൂറ ഹദീദിലും കാണാം. അവിടെ സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന എന്നതാണ് പ്രയോഗം. സാബിഖു, നിങ്ങൾ മുൻകടന്നു വരുവീൻ. സാരിഉ, വേഗത്തിൽ വരുവീൻ. മത്സര ബുദ്ധിയോടുകൂടി മുന്നേറുവീൻ. ഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ആ സ്വർഗം നേടുന്ന കാര്യത്തിലാവട്ടെ മത്സരിക്കുന്നവർ മത്സരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫീനിൽ പരിചയപ്പെടുത്തിയത്. നമ്മുടെ മനസ്സ് എപ്പോഴും അതായിരിക്കണം. നന്മയുടെ ഏതൊക്കെ വഴികളുണ്ടോ, അതെത്ര ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി, എനിക്കെങ്ങനെ ആ നന്മയുടെ വഴിയിൽ ഭാഗവാക്കാകാൻ കഴിയും, അതിന്റെ പ്രതിഫലം എനിക്കെങ്ങനെ നേടാൻ കഴിയുമെന്ന ചിന്തയും അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങും ഒരുക്കങ്ങളും തന്നെയാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നന്മയായ ഒന്നിനെയും നീ നിസ്സാരമാക്കരുത് എന്നാണ്. ലാ തഹ്ഖിറന്ന, ഒരിക്കലും നീ നിസ്സാരമാക്കരുത്. മിനൽ മഅറൂഫി, നന്മയിൽ നിന്ന് ശൈഅൻ, യാതൊന്നിനെയും. എത്ര ചെറുതാവട്ടെ, അത് ചെറിയ കാര്യമല്ലേ, അതുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ കിട്ടാൻ എന്നല്ല. നന്മയാണോ നീ അത് നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ ത്വരീഖ്, വിശ്വാസിയായ സഹോദരനെ പ്രസന്നമായ മുഖത്തോടു കൂടി കണ്ടുമുട്ടുന്നതാണെങ്കിൽ പോലും അതിനെപ്പോലും നിസ്സാരമായി കളയല്ല എന്നാണ്. ഒരാളെ കാണുമ്പോൾ ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ അയാൾ അഭിമുഖീകരിക്കുക എന്നത് അത് പോലും നിസ്സാരമായി കാണല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന ഉപദേശം എന്നത്. അതുകൊണ്ട് ഏത് അമലുണ്ടെങ്കിലും ഏത് ഖൈറായ വഴികളുണ്ടെങ്കിലും ആ ഖൈറിന്റെ വഴികളിൽ ആവേശത്തോടെ അങ്ങോട്ട് കടന്നു ചെല്ലുക. ആരും ഇങ്ങോട്ട് ചോദിക്കാൻ വരേണ്ടതില്ല, ആരും നമ്മെ പ്രേരിപ്പിക്കാൻ കാത്തിരിക്കേണ്ടതില്ല. ആവശ്യം നമ്മുടേതാണ്. ഇത് എന്റെ ആവശ്യമാണ്, എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട പണിയാണ്, അതിനു പറ്റിയ മാർഗമാണെന്ന് മനസ്സിലായാൽ നന്മയുടെ ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ ആവേശപൂർവ്വം ആദ്യമാദ്യം എന്ന മട്ടിൽ മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഖുർആൻ പാരായണവും ദിക്റും ദുആഉമെല്ലാം സ്വർഗത്തിലേക്കുള്ള നന്മയുടെ വഴികൾ തന്നെയാണ്. അവിടെയും വേണം ആ ഒരു താല്പര്യം. ആർക്കോ വേണ്ടി നിസ്കരിക്കുകയല്ല, എന്തിനോ വേണ്ടി നിസ്കരിക്കുകയല്ല, നിർവാഹമില്ലാത്ത കൊണ്ട് മാത്രം നിസ്കരിക്കുകയല്ല. ബാങ്ക് വിളിച്ചാൽ നിസ്കാര സമയമായാൽ പിന്നെ നീട്ടിവെക്കാതെ ആ നിസ്കാരത്തിന്റെ കാര്യത്തിലും ഒരു താല്പര്യവും ഒരു ആവേശവും ഉണ്ടാവുക. നിബിധങ്ങൾക്ക് ഖുർറത്തു ഐനായ നിസ്കാരം എന്നാണ്, കൺകുളിർമയായിരുന്നു. വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാം, എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കടമ നിർവഹിക്കാനല്ല, ആർക്കോ വേണ്ടിയല്ല, നിസ്കരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ എന്ന മട്ടിലല്ല, അതൊരു ആവേശമായി താല്പര്യമായി മാറുക. ഏത് അമലാണ് ഏറ്റവും ഖൈറെന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങളുടെ മറുപടി അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ എന്നാണ്. ആദ്യ സമയത്തുള്ള നിസ്കാരമാണ് ഖൈറായ അമൽ. സമയമായി കഴിഞ്ഞാൽ പിന്നെ നീട്ടിവെക്കാതെ, പിന്നെയും സമയമുണ്ടല്ലോ, ഇനിയും മണിക്കൂറുണ്ടല്ലോ, ആകാം പിന്നീടാവാം എന്നല്ല, പരമാവധി നേരത്തെ തന്നെ നിർവഹിക്കുക. ജമാഅത്തായി നിർവഹിക്കാൻ സാഹചര്യം അനുകൂലമാണെങ്കിൽ പുരുഷന്മാർ പ്രത്യേകിച്ചും ജമാഅത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക. അതിൽ തന്നെ ഒന്നാം സ്വഫിൽ പ്രത്യേകമായ പുണ്യമാണ്. ഇമാമിന്റെ വലതുഭാഗം പ്രത്യേകമായ പുണ്യമുള്ള കാര്യമാണ്. പള്ളി നിസ്കാരം കാത്തിരിക്കൽ പ്രത്യേകമായ പുണ്യമുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് ഉദവ് ചെയ്തവരിൽ പ്രത്യേകമായ കൂലിയുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കൽ പ്രത്യേകമായ പുണ്യമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് ഖൈറുകൾ ആ ഒറ്റ നന്മയിൽ തന്നെ നമുക്ക് വേറെ ലഭിക്കാനുണ്ട്. ഓടി വന്ന് നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവുക എന്നതല്ല, ഇതൊക്കെ നേടിയെടുക്കാൻ വേണമെങ്കിൽ സാധിക്കും. എല്ലാ നന്മയും
എനിക്ക് വേണമെന്ന തീരുമാനം. ഒരു ഖൈറും നഷ്ടപ്പെട്ടുകൂടാ. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയായ ഒന്നിനെയും നീ നിസ്സാരമാക്കരുത് എന്ന് പറഞ്ഞത് എല്ലാ രംഗത്തേക്കും ബാധകമാണ്. പള്ളി വന്നാൽ പോലും മുമ്പിൽ സ്ഥലമുണ്ടായാലും പിറകോട്ട് പോകുന്ന ആളുകൾ, ന്യായമായ കാരണങ്ങൾ പോകുന്നവരെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. അതൊന്നുമല്ലാതെ എപ്പോഴും പിറകിൽ തന്നെ ഇരിക്കുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലയിൽ ഒതുങ്ങിയാൽ മതി എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാം സഫിലേക്ക് എത്തണം, ഇമാമിന്റെ വലതുഭാഗത്തേക്ക് എത്തണം. മലക്കുകളുടെ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട് വലതുഭാഗത്തുള്ളവർക്ക് എന്ന് കാണാൻ കഴിയും. ഒന്നാം സഫിലുള്ളവരാണ് ഏറ്റവും ഖൈറായ സഫ് എന്നും അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും പ്രവാചകൻ ധാരാളമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ബാങ്ക് വിളിച്ചാൽ വലിയ പുണ്യമാണ്, ഇഖാമത്ത് വിളിച്ചാൽ വലിയ പുണ്യമാണ്. നബിതങ്ങൾ പറഞ്ഞു, ബാങ്കിന്റെ മഹത്വം അറിയുകയാണെങ്കിൽ പിന്നെ ആ ബാങ്ക് വിളിക്കാൻ അവസരം കിട്ടാൻ വേണ്ടി നിങ്ങൾ നറുക്കിടുമായിരുന്നുവെന്നാണ്. അവർ നറുക്കിടുക തന്നെ ചെയ്യുമായിരുന്നു. ബാങ്ക് വിളിച്ചാലുള്ള നേട്ടം അവര് മനസ്സിലാക്കുകയാണ് എങ്കിൽ പരലോകത്ത് പോലും നീണ്ട കഴുത്തുമായി അവർ വരും. ആളുകൾക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഓരോ ബാങ്കിനും പ്രത്യേകമായ പുണ്യങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. 12 വർഷം ബാങ്ക് വിളിച്ചാൽ സ്വർഗം നിർബന്ധമാണെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ സ്വഹീഹായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം നന്മയുടെ വഴികൾ, സുന്നത്തായ നിസ്കാരങ്ങൾ വേറെ. അതേപോലെ പള്ളിയുമായുള്ള ബന്ധങ്ങൾ ഈമാന്റെ ലക്ഷണമാണ് എന്നാണ്. പള്ളിയെ പതിവായി ലക്ഷ്യം വെക്കുന്ന ഒരാൾ നിങ്ങൾ കണ്ടാൽ ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുക. ഈമാൻ ഉള്ളവനെ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. എപ്പോഴും പള്ളിയുടെ കാര്യം ശ്രദ്ധിക്കുക, പള്ളിയുടെ കാര്യത്തിൽ ഇടപെടുക. അവിടുത്തെ എല്ലാ കാര്യവും, പള്ളിയുടെ നിർമ്മാണവും പരിപാലനവും അതിന്റെ പരിസരവും എല്ലാം അതൊരു അജണ്ടയായി മാറുക. എപ്പോഴും പള്ളിയുമായി ഖൽബ് ബന്ധപ്പെടുക. നാളെ മഹ്ശറിൽ പ്രത്യേകമായി തണൽ പോലും നൽകപ്പെടുന്ന 7 വിഭാഗം ആളുകളിൽ ഒന്ന് പള്ളിയുമായി ഖൽബ് ബന്ധപ്പെട്ടവർ എന്നതാണല്ലോ. അയൽവാസിയുമായുള്ള ബന്ധങ്ങൾ, കുടുംബബന്ധം ചേർക്കലുകൾ ഒക്കെ ഖൈറിന്റെ വഴികളാണ്. എല്ലാം നന്മകളാണ്. ഏതൊക്കെ നന്മയുണ്ടോ ആ നന്മയിലൊക്കെ ഞാനുണ്ടാവണം, എനിക്കൊക്കെ നാളെ പരലോകത്ത് പ്രതിഫലമായി ലഭിക്കണമെന്ന ആ ഒരു തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. രോഗിയെ സന്ദർശിക്കൽ നന്മയുടെ ഭാഗമാണ്. മിസ്കീന്മാരെ ഫഖീറുമാരെ സഹായിക്കൽ നന്മയുടെ ഭാഗമാണ്. മിസ്കീന്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകാത്തവൻ മതത്തിനെ കളവാക്കുന്നവനാണ് എന്നാണല്ലോ പഠിപ്പിച്ചത്. പ്രോത്സാഹനം നൽകാൻ കഴിയാത്ത ആരുമില്ല. ഭക്ഷണം നൽകാൻ ഒരു പക്ഷേ എല്ലാവർക്കും എപ്പോഴും സാധിക്കണമെന്നില്ല, എന്നാൽ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും. അങ്ങനെ തുടങ്ങി ഏതൊക്കെ അർത്ഥത്തിൽ ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെ നല്ല മാന്യമായ ഇടപെടലുകൾ, കുടുംബ ബന്ധങ്ങൾ, ഭാര്യഭർത്തൃ ബന്ധങ്ങൾ, മക്കളെ പരിപാലിക്കുന്ന വിഷയങ്ങൾ തുടങ്ങി മാതാപിതാക്കളുടെ കാര്യം എല്ലാത്തിലുമുണ്ട് നന്മയുടെ വശങ്ങൾ. റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരുവീൻ. സ്വർഗത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരുവീൻ. എന്നൊക്കെ ഖുർആന്റെ പ്രയോഗം പ്രധാനമാണ്. അറിവ് തേടൽ ഖൈറിന്റെ വഴിയാണ്. അറിവ് നേടാൻ, അറിവ് പഠിക്കാൻ എന്തെല്ലാം വഴികൊണ്ടും നമ്മൾ ഉണ്ടാകണം. അവിടെ ഖുർആൻ ക്ലാസുകൾ, ഹദീസ് പഠന ക്ലാസുകൾ, മറ്റു വ്യത്യസ്തങ്ങളായ പഠന സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമാണ്. എല്ലാ തരത്തിലുമുണ്ട്, ഏത് സമയത്തുമുണ്ട്. എല്ലാ പ്രായക്കാർക്കും പ്രത്യേകം അധ്യാപനങ്ങളുണ്ട്. അതിലൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതെല്ലാം ഉപയോഗപ്പെടുത്തുക. പള്ളി നിർമ്മാണം വലിയ മഹത്വമാണ്, പള്ളി പരിപാലനം ഏറെ മഹത്വമാണ്. അങ്ങനെ ആലോചിച്ച ധാരാളം വഴികളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ അതൊക്കെ ചെയ്യണമെന്നുണ്ട്, എന്നാലും പിന്നേക്ക് വെച്ച് ചെയ്യാം, ആകാം, പിന്നീടാവട്ടെ എന്ന് കരുതി മാറ്റിവെച്ചാൽ ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. നബി തങ്ങൾ പറഞ്ഞ വചനം, നിങ്ങൾ അമലുകളിൽ ധൃതിപ്പെടണം, മുന്നോട്ട് വരണം. ഒരുപക്ഷെ പിന്നേക്ക് വെച്ചാൽ 7 തടസ്സങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പലപ്പോഴും ഖുതുബെല്ലാം സൂചിപ്പിച്ച വചനമാണത്. സഹാബിമാരും താബഈകളും അടങ്ങുന്നവർ ഈ രംഗത്ത് വലിയ മാതൃകകൾ കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഏത് നന്മകൾ പ്രവാചകൻ പറഞ്ഞാലും അവിടെയൊക്കെ ഒന്നും ആലോചിക്കാതെ ചാടിപ്പുറപ്പെട്ട് ആ നന്മയിൽ തന്റെ വിഹിതം വേണമെന്ന്, അതും ആദ്യം ഞാനാകണമെന്ന് ചിന്തിക്കുന്ന സ്വഹാബിമാരെ കാണാൻ കഴിയും. പ്രവാചകൻ ചോദിച്ചുവല്ലോ, ഇന്ന് ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാനിന്ന് നോമ്പുകാരനാണ്. നിങ്ങൾ ആരാണെന്നൊരു മിസ്കീനിന് ഭക്ഷണം നൽകിയത്? അബൂബക്കർ അന യാ റസൂലല്ലാഹ്, റസൂലേ ഞാനുണ്ട് ഭക്ഷണം നൽകിയതായിട്ട്. നബി ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, മൻ തബിഅ മിൻകും അൽ-യൗമ ജനാസ,
നിങ്ങൾ ആരാണെന്ന് ഒരു ജനാസയെ അനുഗമിച്ചവൻ. ഖാല അബൂബക്കർ അന യാ റസൂലല്ലാഹ്. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ, ഞാൻ ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. നാലാമത് പ്രവാചകന്റെ ചോദ്യം, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ. ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? ഖാല അബൂബക്കർ അന യാ റസൂലല്ലാഹ്. റസൂലേ, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യം ഒരാൾ ഒരു ദിവസം സംഗമിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എത്ര സംഭവങ്ങൾ പ്രവാചകൻ സ്വഹാബത്തോട് പലപ്പോഴും ചെലവഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. യുദ്ധങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, മറ്റനിവാര്യമായ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പ്രോത്സാഹനം നൽകും. അവരോട് ഈ വഴിയിലേക്ക് ചെലവഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. തബൂക്ക് യുദ്ധ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അതിന് പ്രാധാന്യം പറയുകയും അതിന് പ്രത്യേകമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കാര്യമായി എല്ലാവരും അതിന്റെ ഭാഗവാക്കാവണം, എല്ലാവരും അതിലേക്ക് സംഭാവന നൽകണം എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യമുണ്ട്. അദ്ദേഹം ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, അൽ-യൗമ അസ്ബിഖു അബൂബക്കർ. ഇന്ന് ഞാൻ അബൂബക്കറിനെ മുൻകടക്കുമെന്ന് ഉമർ ഖത്താബ് പറഞ്ഞുവെന്നാണ്. ആ മനസ്സാണ് സഹോദരങ്ങൾ പ്രധാനം. ഇന്ന് അബൂബക്കർ സിദ്ദീഖിനെ മറികടക്കണം. എന്നും അബൂബക്കറാണ് ഒന്നാം സ്ഥാനത്തെത്തുക. ഏത് നന്മ പറഞ്ഞാലും അബൂബക്കറാണ് മുമ്പിലുണ്ടാവുക. ഇന്ന് ഞാൻ അസ്ബിഖു അബൂബക്കർ, അബൂബക്കർ ഞാൻ ഇന്ന് മുൻകടക്കും എന്ന് പറയുകയും അദ്ദേഹം തന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുവന്ന് നബിയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയും, ഇതാ നബിയെ, എന്റെ വക ആ വഴിയിലേക്ക് ഞാൻ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ നബി തങ്ങൾ ചോദിക്കുന്നു, മാ അബ്ഖൈത ലിഅഹ്ലിക് അലൈ ഉമർ, എന്താണ് ഇനി നിന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയുള്ളത്? അദ്ദേഹം പറഞ്ഞു, മിസ്ലഹു യാ റസൂലല്ലാഹ്, അല്ലാഹു സ്ത്രീ കൊണ്ടുവന്നത്ര തന്നെ ബാക്കിയുണ്ട്. പകുതി ഞാൻ കൊണ്ടുവന്നു, ബാക്കി പകുതിയെ ഇനി കുടുംബത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ എന്ന് പറയുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് തന്റെ വിഹിതവുമായി വരുമ്പോൾ ഇതേ ചോദ്യം നബി തങ്ങൾ ചോദിക്കുന്നു, എന്താണ് അബൂബക്കർ കുടുംബത്തിന് വേണ്ടി ബാക്കിയുള്ളത്? അദ്ദേഹത്തിന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, ഞാൻ ബാക്കി വെച്ചത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്, ബാക്കിയെല്ലാം ഇതാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, ഉസാബിഖുക ഇലാ ശൈഇൻ അബദാ, ഒരിക്കലും അബൂബക്കർ താങ്കളെ മുൻകടക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യമായി എന്ന് ഉമർ ഖത്താബ് പ്രതികരിക്കുന്ന ഹദീസ് പ്രസിദ്ധമാണ്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇത്തരം നന്മയിലെ മുന്നേറ്റങ്ങൾ ധാരാളമായി പ്രസിദ്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസൈലിമക്കെതിരെയുള്ള ഒരു സൈന്യത്തെ ഒരുക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്ന് ഈ സൈനിക വകുപ്പിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ച് പറയുകയുണ്ടായി. അന്ന് ഉസ്മാൻ അഫ്ഫാൻ അദ്ദേഹം പ്രഖ്യാപിച്ചു, യാ റസൂലല്ലാഹ് അലയ്യ മിഅത്തു ബഈരിൻ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ യുദ്ധത്തിലേക്ക് എന്റെ വക 100 ഒട്ടകം ഞാൻ നൽകാം. 100 ഒട്ടകം മാത്രമല്ല, ആ 100 ഒട്ടകത്തെ സജ്ജമാക്കാൻ, സായുധ സജ്ജമാക്കാൻ വേണ്ട എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും ഒന്നിച്ച് തയ്യാറാക്കിക്കൊണ്ടുള്ള 100 ഒട്ടകത്തെ ഞാൻ നൽകാമെന്ന് ഉസ്മാൻ അഫ്ഫാൻ പ്രഖ്യാപിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും സ്വഹാബത്തോട് പറഞ്ഞു, എല്ലാവരും ഇതുപോലെ ചെലവഴിക്കണം, പ്രധാനപ്പെട്ട ദൗത്യമാണ്, ധാരാളം സമ്പത്ത് ആവശ്യമുണ്ട്, എല്ലാവരും നൽകണമെന്ന് പറയുമ്പോൾ ഉസ്മാൻ അഫ്ഫാൻ എഴുന്നേൽക്കുന്നു. ഖാമ ഉസ്മാൻ ഫഖാൽ, യാ റസൂലല്ലാഹ് അലയ്യ മിഅത്താ ബഈരിൻ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, 100 ഉള്ളത് ഞാൻ 200 ആക്കിയിരിക്കുന്നു, 200 ഒട്ടകം എല്ലാ സർവ്വസന്നാഹത്തോടു കൂടി നൽകാം നബി എന്ന് പ്രഖ്യാപിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സ്വഹാബത്തോട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് കേട്ട ഉസ്മാൻ അഫ്ഫാൻ വീണ്ടും എഴുന്നേൽക്കുന്നു, നബിയെ, 200 ഉള്ളത് ഞാൻ 300 ആക്കാമെന്ന് പറയും. അലയ്യ 300 ബഈരിൻ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ, ഇദാ നബിയെ 300 ഒട്ടകങ്ങൾ അതിന്റെ എല്ലാ സന്നാഹത്തോടും കൂടി ഞാൻ ഏറ്റിരിക്കുന്നുവെന്ന് ഉസ്മാൻ അഫ്ഫാൻ പ്രഖ്യാപിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അർള അൻ ഉസ്മാൻ ഫഇന്നി അൻഹു റാദിൻ, അല്ലാഹുവേ, ഉസ്മാൻ അഫ്ഫാന്റെ കാര്യത്തിൽ നീ തൃപ്തിപ്പെടണേ അല്ലാഹ്, ഫഇന്നി അൻഹു റാദിൻ, എനിക്ക് ഉസ്മാന്റെ കാര്യത്തിൽ തൃപ്തിയാണ്, റളിയല്ലാഹു അൻഹു, എനിക്ക് അദ്ദേഹത്തെ കാര്യത്തിൽ തൃപ്തിയാണ്, പടച്ച റബ്ബേ നീയും തൃപ്തിപ്പെടണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുന്നുവെന്നാണ്. മാത്രവുമല്ല, അവസാനം ഈ 300 ഒട്ടകം കൊടുത്തതിന് കൂടെ തന്നെ ഉസ്മാൻ അഫ്ഫാൻ 1000 ദീനാർ കൂടി കൊണ്ടുവരികയും നബിയുടെ മുമ്പിലേക്ക് അത് വെച്ചുകൊടുത്തുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇതും കൂടെ എന്റെ വക അതിലേക്ക് ഉപയോഗിക്കാം. നബി തങ്ങൾ അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മാ ദറ ഉസ്മാന മാ അമില ബഅദൽ യൗം,
ഇതോടുകൂടി ഇനി ഉസ്മാൻ അഫ്ഫാൻ എന്തു ചെയ്താലും അതൊന്നും അദ്ദേഹത്തിന് ദോഷകരമായി മാറുകയില്ല, അദ്ദേഹത്തെ പ്രതികൂലമായി ബാധിക്കുകയില്ല. അത്രയേറെ ഖൈറാണ്, അത്രയേറെ നന്മയാണ് ഇതിലൂടെ അദ്ദേഹം സമ്പാദിച്ചത് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ധാരാളം സംഭവങ്ങൾ സ്വഹാബത്തിനിടയിൽ സമാനമായി കാണാം. നമ്മുടെ മുമ്പിലും നന്മയുടെ വ്യത്യസ്തങ്ങളായ വഴികൾ വന്നുകൊണ്ടിരിക്കുന്നു. സമയം ചെലവഴിക്കേണ്ടത്, ഊർജം ചെലവഴിക്കേണ്ടത്, സമ്പത്ത് ചെലവഴിക്കേണ്ടത്, നമ്മുടെ ഇടപെടൽ ആവശ്യമുള്ളത് തുടങ്ങി ധാരാളം ഖൈറിന്റെ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വഴികൾ ഏതു വന്നാലും ശരി, അവിടെയൊക്കെ സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി ഇത് എനിക്ക് വേണ്ടിയാണ്, എന്റെ പരലോകത്തിന് വേണ്ടിയാണ്, എന്റെ സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന ആ ഒരു മനസ്സോടുകൂടി നന്മയിൽ നമ്മൾ മുന്നേറുക. പിന്നേക്ക് മാറ്റിവെക്കേണ്ടതില്ല. പിന്നീടാവാം, അടുത്ത മാസമാവാം, ഇന്നലെയല്ലേ മറ്റേ ചെയ്തത്, ഇനി കുറച്ച് കഴിയട്ടെ എന്നൊന്നുമല്ല. ഏതു സമയത്തും നന്മയിൽ മുന്നേറണമെന്നാണ് അല്ലാഹു തആല ഖുർആനിൽ വചനമിറക്കി. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹ ഇസ്തറാ, തീർച്ചയായും അല്ലാഹു തആല വിലക്ക് വാങ്ങിയിരിക്കുന്നുവെന്നാണ് മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന്, അൻഫുസഹും വഅംവാലഹും, അവരുടെ ശരീരങ്ങളെയും സമ്പത്തുക്കളെയും അല്ലാഹു തആല കച്ചവടം ചെയ്തിരിക്കുന്നു, അല്ല വാങ്ങിയിരിക്കുന്നു നമ്മിൽ നിന്ന്. ബിഅന്ന ലഹുമുൽ ജന്ന, പകരം അല്ല നൽകുന്നത് സ്വർഗമാണ്. സ്വർഗം വിലയായി തരാം. അല്ലാഹു തആല സ്വർഗം വിലയായി തന്നുകൊണ്ട് വിശ്വാസിയുടെ സമ്പത്തും അവന്റെ ശരീരത്തെയും അല്ലാഹു തആല വിലക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ തൗബയിൽ വചനമിറക്കുകയാണ്. യുഖാതിലു ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂന വഅദൻ അലൈഹി ഹഖ്ഖാ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ് ഫസ്തബ്ശിറൂ ബിബൈഇകും ലദീ ബായഅതും ബി വദാലിക ഹുവൽ ഫൗസുൽ അളീം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പുറപ്പെടുകയും യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഈ ദൗത്യമാണ്, ഈ കച്ചവടത്തിലാണ് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വഅദൻ അലൈഹി ഹഖ്ഖാ, അല്ലാഹു തആല ഏറ്റെടുത്ത ഹഖ്ഖായ വാഗ്ദാനമാണ്, സത്യമായ വാഗ്ദാനമാണ്. ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, തൗറാത്തിലും ഇൻജീലിലും ഇതേ വാഗ്ദാനം അല്ലാഹു തആല വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. അതേ വാഗ്ദാനമാണ് ഖുർആനിൽ നൽകുന്നത്. അതുകൊണ്ട് ആര് പൂർത്തീകരിച്ചുവോ ഫസ്തബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക. ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി, നിങ്ങൾ കരാറിൽ ഏർപ്പെട്ട, കച്ചവടത്തിൽ ഏർപ്പെട്ട ഈ കച്ചവടത്തിന്റെ കാര്യത്തിൽ സന്തോഷിച്ചു കൊള്ളുക. വദാലിക ഹുവൽ ഫൗസുൽ അളീം, അത് തന്നെയാണ് ഏറ്റവും വമ്പിച്ച വിജയം എന്നാണ് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വേഗത്തിൽ മുന്നേറാൻ നമുക്ക് ആയുസ് തുച്ഛമാണ്. ഇന്ന് അവസാനിക്കുമോ അറിയില്ല, നാളെ കൂടി കിട്ടുമോ അറിയില്ല. ഏത് സമയത്തും ഈ ആയുസ് അവസാനിച്ചേക്കാം, യാത്ര പോകേണ്ടി വന്നേക്കാം. ബാക്കിയെല്ലാം ഇവിടെ ബാക്കി വെച്ചുകൊണ്ട് യാത്ര പോകേണ്ടവരാണ് നമ്മളൊക്കെ. 3 കഷ്ണം തുണിയുമായി പോകും. ബാക്കിയെല്ലാം അവസാനിക്കുന്ന അമലുകൾ പോലും അവസാനിച്ചു പോകുന്ന രംഗം. ഒരു മനുഷ്യൻ മരിച്ച് മയ്യിത്ത് പോകുമ്പോൾ വിവരങ്ങൾ പറഞ്ഞു, ഒരു മയ്യിത്തിന്റെ കൂടെ 3 കാര്യം പിന്നാലെ പോകും. 2 മടങ്ങും, 1 അവിടെ ബാക്കിയാകും. അവന്റെ സമ്പത്ത് കൂടെ പോകും, അവന്റെ കുടുംബം കൂടെ പോകും, അമലും കൂടെ പോകും. 2 കാര്യം മടങ്ങും, കുടുംബങ്ങൾ മടങ്ങിപ്പോലും. മയ്യിത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങൾ തിരിച്ചു പോലും. മക്കളാണെങ്കിലും പിതാക്കളാണെങ്കിലും ജേഷ്ഠാനിയന്മാരാണെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ശരി, പിന്നെ നിൽക്കാറില്ല. മയ്യിത്ത് ഖബറിലേക്ക് വെച്ചാൽ അവര് മടങ്ങിപ്പോലും അവിടെ പിന്നെ കാത്തിരിക്കാറില്ല. സമ്പത്ത് വല്ലതും കൂടെ കൊണ്ടുപോയോ എല്ലാം തിരിച്ചു കൊണ്ടുപോലും. ഒരു തോർത്തുമുണ്ട് വരെ അധികം ഖബറിലേക്ക് വെക്കാറില്ല, അതുപോലും എടുത്ത് പുറത്തേക്ക് ഇടാറുണ്ട്. ഇത് 2 മടങ്ങിപ്പോലും അവന്റെ അമല് മാത്രം ബാക്കിയാകും. 3 കാര്യം കൂടെ പോയി, കുടുംബം, സമ്പത്ത്, അമല്. കുടുംബം തിരിച്ചു പോന്നു, അതേപോലെ സമ്പത്ത് തിരിച്ചു പോന്നു. അമലുഹു, അവന്റെ അമല് ബാക്കിയാകുമെന്നാണ്. നമ്മുടെ സഹോദരങ്ങളെ, ആ അമൽ നമുക്കുണ്ടാകണം. എല്ലാ നന്മയും നമ്മൾ ഭാഗവാക്കാകണം. എന്തൊക്കെ ഖൈറുകൾ, ഏതെല്ലാം നന്മകൾ നമ്മുടെ മുമ്പിലുണ്ടോ അവിടെയെല്ലാം ഞാനുമുണ്ട് എന്ന മട്ടിൽ ആത്മാർത്ഥമായ മനസ്സോടെ, ഇഖ്ലാസുള്ള മനസ്സോടെ, ശരിയായ നിയ്യത്തോടെ മുന്നേറുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മയിൽ മുന്നേറാൻ സ്വഹാബികൾ കാണിച്ച വല്ലാത്ത താല്പര്യം അറിയിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഫഖീറുമാരായ ചില സ്വഹാബിമാർ, സാമ്പത്തിക ശേഷിയില്ലാത്ത ദരിദ്രരായ ചില സ്വഹാബിമാർ, അവർ നബിയെ വന്ന് കണ്ടുകൊണ്ട് നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ. നബിയെ കൂലിയെല്ലാം കിട്ടുന്നത് പണക്കാർക്കാണ്. കാരണം യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം. ഞങ്ങൾ നിസ്കരിക്കുന്നു, അവിടെ നിസ്കരിക്കുന്നു. ഞങ്ങൾ നോമ്പെടുക്കുന്നു, അവിടെ നോമ്പെടുക്കുന്നു. എന്ന വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം വലാ നതസദ്ദഖ്. അവർക്കൊക്കെ സ്വതക്ക ചെയ്യാൻ സമ്പത്തുണ്ട്, ഞങ്ങൾക്കാവട്ടെ സ്വതക്ക ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെക്കാൾ കൂലി അവർക്ക് കിട്ടുമല്ലോ നബിയെ, അവർക്കാണ് കൂലിയെല്ലാം, ഞങ്ങൾക്ക് അങ്ങനെ കൂലി കിട്ടാൻ വകുപ്പില്ലല്ലോ എന്ന് ഒന്ന് പരാതി പറയുന്നു ഫഖീറുമാരായ സ്വഹാബിമാർ എന്നാണ്. ആ സ്വഹാബത്തിന്റെ ആ മനസ്സാണ് പ്രധാനം. നന്മ ചെയ്യണമെന്ന മനസ്സ്, എനിക്കും വേണമെന്ന ഒരു ആഗ്രഹം, താല്പര്യം, അതാണല്ലോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നബി തങ്ങൾ ചോദിച്ചു, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂന ബിഹി. എന്താ നിങ്ങൾ വിഷമിക്കാൻ? നിങ്ങൾക്കും സ്വതക്ക ചെയ്യാനുള്ള വഴികൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. പണം കൊടുക്കൽ മാത്രമല്ല സ്വതക്ക എന്നർത്ഥം. നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സ്വതക്ക. എല്ലാ തസ്ബീഹുകളും സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ് 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 എന്ന് എത്ര വർദ്ധിപ്പിക്കുന്നതൊക്കെ ഒരാൾക്ക് സ്വതക്കയാണ് എന്നാണ്. വബികുല്ലി തക്ബീറത്തിൻ സ്വതക്ക വകുല്ല തഹ്മീലത്തിൻ സ്വതക്ക വകുല്ല തഹ്ലീലത്തിൻ സ്വതക്ക. എല്ലാ തക്ബീറുകളും എല്ലാ തഹ്മീലുകളും എല്ലാ തഹ്ലീലുകളും സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെല്ലാം സ്വതക്കയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സ്വതക്ക, നന്മ കൽപ്പിക്കൽ സ്വതക്കയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സ്വതക്ക, തിന്മ വിരോധിക്കൽ സ്വതക്കയാണ്. വഫീ ബുദ്ഇ അഹദികും സ്വതക്ക, ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അതുപോലും നിങ്ങൾക്ക് സ്വതക്കയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ സ്വഹാബിമാർ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ച നബിയെ, ഞങ്ങൾ ഞങ്ങളുടെ ശഹ്വത്ത്, ഞങ്ങളുടെ വികാരം തീർക്കാനായി ഭാര്യമാരെ സമീപിക്കുന്നു. അയതി അഹദുനാ ശഹ്വതഹു വയകുൻ ലഹു ഫീഹാ അജ്ർ. അവനവന്റെ വൈകാരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാര്യമാരെ സമീപിക്കുകയും അതിലും പ്രതിഫലം കിട്ടുമെന്നാണ് നബിയെ. അതെ, നബി ഞങ്ങൾ പറഞ്ഞു, അറഅയ്തും ലൗ വദഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി ഫീഹാ ബിസ്ർ. അത് ഹറാമായ വഴിയിൽ നിങ്ങൾ ആ വികാരം സമീപിച്ചാൽ കുറ്റം ലഭിക്കുമോ? അത് ലഭിക്കും. എങ്കിൽ ഹലാലായ വഴിയിലാകുമ്പോൾ അതിൽ കൂലിയും കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നന്മയുടെ ലോകം വിശാലമാണ് എന്നർത്ഥം. ധാരാളം നന്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈ പറയപ്പെട്ട ഒരുപാട് ഒരുപാട് ഖൈറുകൾ, തസ്ബീഹ് ചൊല്ലാൻ എന്താ പ്രയാസങ്ങൾ? തസ്ബീഹുകളും തക്ബീറുകളും തഹ്മീലുകളും തഹ്ലീലുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ തുടങ്ങി വ്യത്യസ്തമായ ദിക്റുകൾ, വലിയ വലിയ മഹത്വങ്ങളാണ് ഓരോ ദിക്റിനും പഠിപ്പിക്കപ്പെട്ടത്. ഖുർആനിക വചനങ്ങളുടെ പാരായണങ്ങൾ, അറിയാവുന്ന സൂറത്തുകൾ പോലും യാത്രയിലും മറ്റുമൊക്കെ നമുക്ക് പാരായണം ചെയ്യാമല്ലോ. നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ സ്വതക്കയാണ്. അങ്ങനെ തുടങ്ങി ഓരോന്നിനും എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാകണം, നന്മ ലഭിക്കാനുള്ള മാർഗമാകണം എന്ന മനസ്സോടുകൂടി എല്ലാ ഖൈറിന്റെ വഴികളിലും നമ്മൾ ഉണ്ടാവുക. വിശ്വാസം ശരിയാണോ, തൗഹീദുള്ളവരാണോ, ഇതെല്ലാം ഉപകാരപ്പെടും. ശിർക്ക് സംഭവിച്ചാലോ ഈ ഖൈറുകൾ മുഴുവനും ബാത്തിലായി പോവുകയും ചെയ്യും. അതുകൊണ്ട് നന്മയുടെ വഴികളിൽ ആവേശത്തോടെ ഒരു മടുപ്പുമില്ലാതെ മുന്നേറാൻ നമ്മളൊക്കെ പരിശ്രമിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്.
സാന്ദർഭികമായി ഒരു വലിയ ഖൈറിന്റെ ഒരു അവസരം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശം നാഷണൽ ഹൈവേയിൽ കക്കാട് ടൗണിന്റെ ഏറ്റവും ഹൃദയഭാഗത്തായി നമ്മളെല്ലാവരും കൂടെ പണം കൊടുത്ത് ഒരു നല്ല ഒരു പ്രൊജക്ടിന് വേണ്ടി നാം മുമ്പ് സ്ഥലം വാങ്ങി. അതിന്റെ സാമ്പത്തിക സമാഹരണം പൂർത്തിയായി. നമ്മുടെ കൂട്ടായ്മയുടെ പേര് രജിസ്ട്രേഷൻ കഴിഞ്ഞു. അവിടെ പള്ളി അടക്കമുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള നിർമ്മാണ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ ഒരു വലിയ ഒരു പദ്ധതി കാത്തിബ് ഇസ്ലാമിക് സെന്റർ എന്ന പേരിൽ ഒരു പ്രൊജക്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. നാളെ മുതൽ അതിനുവേണ്ടി ഓഫർ നൽകാനുള്ള സമയമാണ്. പരമാവധി കഴിയുന്ന ആളുകളൊക്കെ ഇതിന്റെ ഭാഗവാക്കാവണം. നാഷണൽ ഹൈവേയിലാണ്, നല്ല ടൗണിന്റെ ഹൃദയഭാഗത്താണ്. പുതിയ ഹൈവേ കൂടി ഓപ്പൺ ആകുമ്പോൾ ബസ് സ്റ്റാൻഡ് അടക്കം ഈ ഒരു കേന്ദ്രത്തിന് തൊട്ടടുത്തായിട്ടാണ് വരിക. 24 മണിക്കൂറും ഇൻഷാ അല്ലാഹ് തുറന്നു കിടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യാത്രക്കാർക്കെല്ലാം ഏത് സമയത്തും വിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ആയിരക്കണക്കിന് സുജൂദുകൾ ഓരോ ദിവസവും നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ കേന്ദ്രം, നല്ലൊരു പള്ളിയും അനുബന്ധമായി നമ്മുടെ ജില്ലയിലെ മൊത്തം ദഅ്വ പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിന്റെ ആസ്ഥാനവുമായിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് ആ സംവിധാനം വരിക. ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടമാണ് നമ്മൾ നിർമ്മിക്കുന്നത്. 2,500 രൂപ നൽകിയാൽ ഒരു സ്ക്വയർ ഫീറ്റിന്റെ ഭാഗം നമ്മുടെ വകയാക്കി നമുക്കതിൽ ഭാഗമാക്കാൻ കഴിയും. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം നമ്മൾക്ക് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക. ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഓഫറുകൾ പൂർത്തിയായേക്കാം. ഒരു വർഷം സമയമുണ്ട് പണം കൊടുക്കാൻ, സാവകാശം നൽകിയാൽ മതി. ഒരു കൊല്ലത്തിനിടയിൽ ഒറ്റ തവണയായോ വ്യത്യസ്ത ഗഡുക്കളായോ ഒക്കെ നൽകാൻ കഴിയും. നമ്മളെ കൊണ്ട് സാധിക്കുന്ന പരമാവധി 10 സ്ക്വയർ ഫീറ്റോ 100 സ്ക്വയർ ഫീറ്റോ 1000 സ്ക്വയർ ഫീറ്റോ എത്രയാണോ കഴിയുക അത് ഏറ്റെടുക്കാൻ ആത്മാർത്ഥമായി നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നൽകാമെന്ന് വിചാരിച്ചാൽ അവസരം കിട്ടണമെന്നില്ല. അത്രയും വലിയ ഒരു സംരംഭം, ഖൈറിന്റെ ഒരു വലിയ ലോകം നമ്മൾ തൊട്ടു മുമ്പിൽ ഉണ്ടായി വരുമ്പോൾ അതിൽ ഭാഗവാക്കാവാൻ ഒരു അവസരം ഉണ്ടായിട്ട് അത് പാഴായിപ്പോയി എന്ന വേദന നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ മനസ്സുകൊണ്ട് നിയത്ത് ചെയ്യുക, എല്ലാ നന്മയിലും ഭാഗവാക്കാവുക. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറുകളിൽ മുന്നോട്ട് വരാനുള്ള ഒരു ആത്മാർത്ഥമായ മനസ്സ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.